Welcome back to Enchanted Learning. It's me Benazir Khalid. അപ്പോൾ once again welcome to HSA Natural Science class. അപ്പോൾ നമ്മൾ ഇന്ന് HSA Natural Science class ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ HSA Natural Science സിലബസിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള പോർഷൻസ് ആണ് നമ്മൾ കവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ അതിലെ പാരസിറ്റിക് പ്രോട്ടോസോയിൻസിന്റെ പോർഷനിൽ പ്ലാസ്മോഡിയം വാക്സിൻ എൻഡോമെട്രിക് ഹിസ്റ്റോളിറ്റിക്കും കവർ ചെയ്തു. നിങ്ങൾക്ക് ആ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ട്രിപ്പാനോസോമ ഗാംബിയൻസ് എന്ന് പറഞ്ഞ പാരസിറ്റിക് പ്രോട്ടോസോയിനെ കുറിച്ചാണ്. അതിന്റെ ലൈഫ് ഹിസ്റ്ററിയും അതുപോലെ മോർഫോളജിയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എക്സാമിനേഷന് നാച്ചുറൽ സയൻസിലെ നമ്മുടെ ടോപ്പിക്കുകളല്ല അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട നമ്മളുടെ കോഴ്സ് സബ്ജക്ട് എന്ന് പറയുന്നത് മലയാളത്തിലാണ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ പോലും അതിലെ മാക്സിമം എന്താണ് പോയിന്റ്സുകൾ, അതായത് നമുക്ക് വേർഡ്സും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളത് തന്നെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അതിനെ കുറിച്ച് ബോധറേണ്ട ആവശ്യമില്ല. നിങ്ങൾ കുറെ വേർഡ്സ്, അതായത് കുറെ വേർഡ്സ് ഇംഗ്ലീഷ് ടേംസ് നിങ്ങൾക്ക് മലയാളത്തിൽ അറിയാവുന്ന വേർഡ്സ് തന്നെ ആയിരിക്കും. പിന്നെ വളരെ കുറച്ച് വേർഡ്സ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് വഴിയെ ക്ലാസ്സിൽ മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ട്രിപ്പാനോസോമ ഗാംബിയൻസിനെ കുറിച്ചാണ്. ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോ ട്രിപ്പാനോസോമ ഗാംബിയൻസ് എന്ന് പറയുന്നത് ഒരു പാരസിറ്റിക് പ്രോട്ടോസോൺ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഇനി അതിന്റെ മോർഫോളജിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതിനു മുമ്പ് അതൊരു ഹ്യൂമൻ പാരസൈറ്റ് ആണ്. അത് ഹ്യൂമൻ പാരസൈറ്റ് ആയിട്ട് ഹ്യൂമന്റെ ബ്ലഡിലും ലിംഫിലും ഫീഡ് ചെയ്താണ് ജീവിക്കുന്നത് മനസ്സിലാക്കുക. പിന്നെ ഇതൊരു ഡിസീസ് കോസ് ചെയ്യും. വളരെ ഒരു ഫേറ്റൽ ആയിട്ടുള്ള ഡിസീസ് ആണ്. അതായത് വളരെ മരണത്തിന് തന്നെ കാരണമാകുന്ന ഒരു ഡിസീസ് ആണ്. അതിനാണ് ഗാംബിയൻ ഫീവർ ഇൻ ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഗാംബിയൻ ഫീവർ കോസ് ചെയ്യുന്ന ഏത് പാരസിറ്റിക് പ്രോട്ടോസ് ആണെന്ന് ചോദിച്ചാൽ ട്രിപ്പാനോസോമ ഗാംബിയൻസ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു ഗാംബിയൻസ് ഉണ്ട്. ഗാംബിയൻ ഫീവർ അല്ലെങ്കിൽ ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് ക്ലോസ് ചെയ്യുന്നത് ആരാണ്? ട്രിപ്പാനോസോമ ഗാംബിയൻസ് ആണ്. ഓർത്തു വയ്ക്കുക. അതിന് മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ സ്പീഷീസ് പ്രധാനമായി കാണപ്പെടുന്നത് ആഫ്രിക്കൻ റീജിയൻസിലാണ്. സെൻട്രൽ ആൻഡ് വെസ്റ്റ് ആഫ്രിക്കയിലാണ് ഈ സ്പീഷീസ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇനി ഇത് കാണപ്പെടുന്നത് ഹ്യൂമൻ ബീങ്സിനും അതുപോലെ മറ്റുള്ള വെർട്ടിബ്രേറ്റ്സിലും കാണപ്പെടുന്നു. ഇനി ഇതിന് രണ്ട് ഹോസ്റ്റുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതൊരു ഡൈജന്റിക് പാരസൈറ്റ് ആണെന്ന് മനസ്സിലാക്കുക. രണ്ട് ഹോസ്റ്റ് ഉണ്ട്, അത് ഡൈജന്റിക് പാരസൈറ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി ട്രിപ്പാനോസോമ ഗാംബിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് യൂണിസെല്ലാർ ആണ്. അതെന്താണ്? യൂണിസെല്ലാർ ആണ്. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു നമുക്ക് അറിയാവുന്ന പാരസിറ്റ് പ്രോട്ടോസോൺ ആണെന്ന് മനസ്സിലാക്കി. പിന്നെ യൂണിസെല്ലാർ ആണെന്ന് മനസ്സിലാക്കി. ഇനി ട്രിപ്പാനോസോമ ഗാംബിയൻസിന് പോളിമോർഫിക് സ്പീഷീസ് ആണ്. അത് ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീഷീസ് ആണ് ട്രിപ്പാനോസോമ എന്ന് മനസ്സിലാക്കാം. അതായത് ഹ്യൂമന്റെ ബ്ലഡ് സ്ട്രീമിലാണെങ്കിൽ ഈ പാരസൈറ്റ് 3 ഫോംസിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഹ്യൂമൻ ബ്ലഡിൽ ഈ പാരസൈറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത് 3 ഫോംസിലാണ്. അതായത് ഒരു ഫോം എന്ന് പറയുന്നത് ലോങ് സ്ലെൻഡർ വിത്ത് ഫ്രീ ഫ്ലജൽ. അപ്പൊ ഹ്യൂമൻ ബോഡിയിൽ ഇത് 3 പാരസിറ്റിക് ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ആദ്യത്തെ ഫോം എന്ന് പറയുന്നത് ലോങ് ആണ്, അതുപോലെ സ്ലെൻഡർ ആണ്, പിന്നെ അതിന് ഫ്രീ ഫ്ലജലവും ഉണ്ടെന്ന് മനസ്സിലാക്കുക. വിത്ത് ഫ്രീ ഫ്ലജല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഫസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബോഡിയിൽ 3 ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യും. ഇതിന് ഒരു പോളിമോർഫിക് സ്പീഷീസ് ആണ്. അത് ഹ്യൂമൻ ബോഡിയുടെ കേസിൽ എടുക്കുകയാണ്. ഹ്യൂമൻ ബോഡിയിൽ 3 ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യും. ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് ലോങ് ആണ്, അതുപോലെ സ്ലെൻഡർ ആണ്, അതായത് കനം അല്ലെങ്കിൽ നീണ്ടിരിക്കുന്നത് അല്ലെ. പിന്നെ ഫ്രീ ഫ്ലജലോ അതിന് കാണുമെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഫോം എന്ന് പറയുന്നത്, ആദ്യത്തെ ലോങ് ആണെങ്കിൽ രണ്ടാമത്തെ ഫോം എന്ന് പറയുന്നത് ഷോർട്ട് ആൻഡ് സ്റ്റംപി ആണ്. അതായത് നീളം കുറഞ്ഞ് കുറച്ച് വണ്ണമുള്ളതായിട്ടുള്ളത്. ഷോർട്ട് ആൻഡ് സ്റ്റംപി ഫോം ആണ് രണ്ടാമത്തെ ഫോം എന്ന് പറയുന്നത്. അതിന്റെ ഫ്ലജലം വിത്ത് റെഡ്യൂസ്ഡ് ഫ്ലജലം, അതിന് എന്തില്ല? ഫ്ലജലം ഇല്ല. അപ്പൊ റെഡ്യൂസ്ഡ് ഫ്ലജലം ഉള്ളതാണ് രണ്ടാമത്തെ ഫോം എന്ന് മനസ്സിലാക്കും. ഷോർട്ട് സ്റ്റംപി വിത്ത് റെഡ്യൂസ്ഡ് ഫ്ലജലം. ഇനി മൂന്നാമത്തെ ഫോം എന്ന് പറയുന്നത് ഒരു ഇന്റർമീഡിയറ്റ് വൺ ആണ്. അത് രണ്ടിന്റെ ഇടയിലുള്ള ഒരു ഫോം ആണ് മൂന്നാമത്തേന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത് എവിടെയാണ്? ഹ്യൂമൻ ബോഡിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫോംസ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതിനൊരു പോളിമോർഫിക് സ്പീഷീസ് ആണ്. ഈ പറയുന്ന ട്രിപ്പാനോസോമ എന്ന് പറഞ്ഞ പോളിമോർഫിക് സ്പീഷീസ് ആണ്. അത് ഹ്യൂമൻ ബോഡിയിലാണെങ്കിൽ ഈ പാരസിറ്റ് 3 ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ലോങ് സ്ലെൻഡർ വിത്ത് ഫ്രീ ഫ്ലജലം എന്ന് പറയുന്നു. സെക്കൻഡ് ഫോം എന്ന് പറയുന്നത് ഷോർട്ടും സ്റ്റംപിയുമാണ്, അതിന് ഫ്ലജലം ഇല്ല, റെഡ്യൂസ്ഡ് ഫ്ലജലമാണ് ഉള്ളത്. മൂന്നാമത്തേത് തന്നെ രണ്ടിനും ഇടയിലുള്ള ഫോം ആണെന്ന് കൂടെ ഓർത്തു വയ്ക്കാം. ഇനി ഇതിന് നമ്മൾ പറഞ്ഞു ഇതിന് 2 ഹോസ്റ്റ് ഉണ്ട്. ഇത് ഡൈജന്റിക് പാരസൈറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ പ്രിൻസിപ്പൽ ഹോസ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ആണ്. പിന്നെ ഇതിനൊരു ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആണ്, അതാണ് ടെസ്റ്റസ് ഫ്ലൈ എന്ന് ഓർത്തു വയ്ക്കാം. അപ്പൊ ടെസ്റ്റസ് ഫ്ലൈ ആണ് ഇതിന്റെ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ്. ഇതാണ് ടെസ്റ്റസ് ഫ്ലൈ. ഈ ടെസ്റ്റസ് ഫ്ലൈ ആണ് ഇതിന്റെ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആയ ഈ ടെസ്റ്റസ് ഫ്ലൈ അതൊരു ഇൻവെർട്ടിബ്രേറ്റ് ആണ് അല്ലെ. അപ്പൊ ഇതിലും ഈ പാരസൈറ്റ് 3 ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊന്നാണ് ലോങ് സ്ലെൻഡർ, അവിടെയും പാരസൈറ്റ് ലോങ് സ്ലെൻഡർ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. Then next form is cryptidian and metacyclic. എന്താണ്?
ക്രിപ്റ്റീരിയൽ ആൻഡ് മെറ്റാസൈക്ലിക്. മെറ്റാസൈക്ലിക്. അപ്പൊ 3 ഫോംസ് ഏതൊക്കെയാണ്? ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഇതിന്റെ ഇൻവെർട്ടിബ്രേറ്റ് ഹോസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ ഒരു ടെസ്റ്റസ് ഫ്ലൈ ആണ്. അല്ലെങ്കിൽ ആ ടെസ്റ്റസ് ഫ്ലൈയുടെ ബോഡിയിലും ഈ പാരസൈറ്റ് 3 ഫോംസ് എക്സിസ്റ്റ് ചെയ്യുന്നു. ഒന്നാണ് ലോങ് സ്ലെൻഡർ ഫോം, മറ്റേത് ക്രിപ്റ്റീരിയൽ ആണ്, പിന്നെ മെറ്റാസൈക്ലിക്. എന്താണ്? ക്രിപ്റ്റീരിയൽ ആൻഡ് മെറ്റാസൈക്ലിക്. ഇനി 3 ഫോംസിലാണ് ഈ പറയുന്ന ടെസ്റ്റസ് ഫ്ലൈയുടെ ബോഡിയിലും ഈ പാരസൈറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പാരസൈറ്റ് പോളിമോർഫിക് സ്പീഷീസ് ആണ്. അതായത് ഒന്നിൽ കൂടുതൽ ഫോംസിൽ അതായത് ഏതിലാണോ ജീവിക്കുന്നത് അതിന് 1 കൂടുതൽ ഫോംസിൽ ഇത് എക്സിസ്റ്റ് ചെയ്യും. ഹ്യൂമൻ ബീങ്സിലാണ് നമ്മൾ മനസ്സിലാക്കി 3 ഫോംസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ അതിന്റെ ഇൻവെർട്ടിബ്രേറ്റ് ഹോസ്റ്റ് ആയ ടെസ്റ്റസ് ഫ്ലൈയിലും അത് 3 ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫോംസിൽ ചേഞ്ചസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ അത് അതിന്റെ ഡിഫറെന്റ് എൻവയോൺമെന്റ്സുമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നതനുസരിച്ചാണ് ഫോംസിൽ വ്യത്യാസം വരുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ എൻവയോൺമെന്റായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഈ ഫോംസിൽ വ്യത്യാസം ഉണ്ടാകുന്നത് മനസ്സിലാക്കുക. ഇനി അതിന്റെ മോർഫോളജി നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇറ്റ് ഇസ് എ ലോങ് സ്ലെൻഡർ ആയിട്ടുള്ളതാണ്. ലോങ് ആണ്, സ്ലെൻഡർ ആണ്, പിന്നെ കളർലെസ് ബോഡിയാണ് ഇതിനെന്ന് മനസ്സിലാക്കി. ഇതൊരു പാരസിറ്റിക് പ്രോട്ടോസോൺ ആണ്, ലോങ് ആണ്, സ്ലെൻഡർ ആണ്, കളർലെസ് ബോഡിയാണ് ഇതിനുള്ളത്. ഇത് യൂണിസെല്ലർ ആണെന്ന് മനസ്സിലാക്കി. ഇതിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് 10 to 40 മൈക്രോൺസ് ഇൻ ലെങ്ത് ആൻഡ് 2.5 to 10 മൈക്രോൺസ് ഇൻ വിഡ്ത്. അപ്പം അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ലോങ് ആണ്, സ്ലെൻഡർ ആണെന്ന് പറഞ്ഞു, പിന്നെ കളർലെസ് ആണെന്ന് പറഞ്ഞു. ഇനി ഇതിന്റെ മോർഫോളജി പഠിക്കുകയാണെങ്കിൽ ഇത് മനസ്സിലാക്കുക. ബോഡി എന്ന് പറയുന്നത് സ്പൈറലി ട്വിസ്റ്റഡ് ആണ്. അതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കാണപ്പെടുന്ന ഒരു ബോഡിയാണ്. പിന്നെ അതിന് 2 എൻഡ്സ് ഉണ്ട്. എന്താണ്? അത് ലാറ്ററലി കംപ്രസ്ഡ് ആണ്. അതിനൊരു പോസ്റ്റീരിയർ എൻഡും ഒരു ആന്റീരിയർ എൻഡും ഉണ്ട്. ഇനി അതിന്റെ പോസ്റ്റീരിയർ എൻഡ് എന്ന് പറയുന്നത് എന്താണ്? പോസ്റ്റീരിയർ എൻഡ് എന്ന് പറയുന്നതിൽ മോർ പോയിന്റഡ് ആണ്. അതിന്റെ ആന്റീരിയർ എൻഡ് കൂടെ മനസ്സിലാക്കുക. അപ്പൊ ഈ പറയുന്ന ട്രിപ്പാനോസോമ ഗാംബിയൻസിന്റെ ബോഡി നേച്ചർ പറയുകയാണെങ്കിൽ അത് ലോങ് ആണ്, സ്ലെൻഡർ ആണ്, പിന്നെ ഒരു ട്വിസ്റ്റഡ് ബോഡിയാണ് അതിനുള്ളത്. പിന്നെ എന്ത് പറഞ്ഞു? പിന്നെ ഒരു ആന്റീരിയർ എൻഡും പോസ്റ്റീരിയർ എൻഡും ഉണ്ട്. ഈ പോസ്റ്റീരിയർ എൻഡ് എന്ന് പറയുന്നത് ആന്റീരിയർ എൻഡിനെ അപേക്ഷിച്ച് എന്താണ്? പോയിന്റഡ് ആണെന്ന് കൂടി മനസ്സിലാക്കാം. എന്താണ്? ആന്റീരിയർ എൻഡ് എന്ന് പറയുന്നത് പോസ്റ്റീരിയറിനെക്കാട്ടി മോർ പോയിന്റഡ് ആണെന്ന് കൂടെ ഓർത്ത് വെക്കാം. ആന്റീരിയർ എൻഡിലാണ് എന്തുള്ളത്? നമ്മൾ പറഞ്ഞു ഫ്ലജല പ്രസന്റ് ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആന്റീരിയർ എൻഡ് ഈസ് മാർക്ഡ് ബൈ ആൻ എമർജൻസ് ഓഫ് എ ഫ്രീ ഫ്ലജല. അപ്പൊ ആന്റീരിയർ എൻഡ് ഈസ് മോർ പോയിന്റഡ് ദാൻ ദ പോസ്റ്റീരിയർ എൻഡ്. ആന്റീരിയർ എൻഡ് കൺസിസ്റ്റ് ഓഫ് ഫ്ലജല. ഒരു ഫ്രീ ഫ്ലജലം ഉള്ളത് ആന്റീരിയർ എൻഡിലാണെന്ന് മനസ്സിലാക്കാം. ഇനി നമ്മൾ ട്രിപ്പാനോസോമ ഗാംബിയൻസിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അതിന്റെ അകത്തുള്ള ന്യൂക്ലിയസ് ഉണ്ടോ? ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്നൊക്കെയാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് the body consists of an outer membrane and that membrane is known as periplast. ബോഡിക്ക് എന്തുണ്ട്? ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, അതിനെ പെരിപ്ലാസ്റ്റ് ആണ് വിളിക്കുന്നത്. അതിലൊരു ക്ലിയർ സൈറ്റോപ്ലാസവും അതിന് എൻക്ലോസ് ചെയ്തൊരു സ്പിരിക്കൽ ന്യൂക്ലിയസും കാണുന്ന മനസ്സിലാക്കുക. അപ്പം ബോഡിക്ക് ഒരു മെംബ്രെയിൻ ഉണ്ട്. ആ മെംബ്രെയിൻ ആണ് പെരിപ്ലാസ്റ്റ് എന്നറിയപ്പെടുന്നത്. അതിനുള്ളിൽ ഒരു ക്ലിയർ സൈറ്റോപ്ലാസവും അത് എൻക്ലോസ് ചെയ്തൊരു ന്യൂക്ലിയസിനകത്ത് ഒരു ന്യൂക്ലിയോലസും ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി ഈ സൈറ്റോപ്ലാസത്തിൽ ധാരാളം സ്കാറ്റേർഡ് പാർട്ടിക്കിൾസ് കാണും. അതിനെയാണ് വോളിറ്റീൻ ഗ്രാനുൾസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ സൈറ്റോപ്ലാസത്തിൽ ധാരാളം ചിതറി കിടക്കുന്ന ഗ്രാനുൾസ് കാണും. അതിനെ വോളിറ്റീൻ ഗ്രാനുൾസ് എന്ന് പറയുന്നു. വോളിറ്റീൻ ഗ്രാനുൾസ്. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയത് ട്രിപ്പാനോസോമ ഗാംബിയൻസിന്റെ ബോഡി എങ്ങനെ മോർഫോളജിയെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞു ബോഡി ലോങ് സ്ലെൻഡർ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് ബോഡി സ്പൈറലി ട്വിസ്റ്റഡ് ആണെന്ന് മനസ്സിലാക്കി. ഇനി മനസ്സിലാക്കേണ്ട എന്താണ്? ഇതിന് ഒരു ആന്റീരിയർ എൻഡ് ഒരു പോസ്റ്റീരിയർ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ആന്റീരിയർ എൻഡ് എന്ന് പറയുന്നത് പോസ്റ്റീരിയർ എൻഡിനെ അപേക്ഷിച്ച് എങ്ങനെയാണ്? കുറച്ച് പോയിന്റഡ് ആണ്. അവിടെയാണ് എന്ത് കാണപ്പെടുന്നത്? ഫ്ലജലം കാണപ്പെടുന്നതെന്ന് മനസ്സിലാക്കി. ഇനി അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബോഡിക്കകത്ത് ഒരു ബോഡി കൺസിസ്റ്റ് ഓഫ് എൻ ഔട്ടർ മെമ്പറൈൻ. ബോഡിക്കകത്ത് ഒരു ഔട്ടർ മെമ്പറൈൻ ആണ് പെരിപ്ലാസ്റ്റ് എന്ന് പറയുന്നു. പെരിപ്ലാസ്റ്റിനെ എൻക്ലോസ് ചെയ്തൊരു ന്യൂക്ലിയസ്, പെരിപ്ലാസ്റ്റിനുള്ളിൽ അല്ലെങ്കിൽ അവിടെ ഒരു ക്ലിയർ സൈറ്റോപ്ലാസം ഉണ്ട്. ആ സൈറ്റോപ്ലാസത്തിനുള്ളിലായിട്ട് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഇനി ആ ന്യൂക്ലിയസിനകത്ത് ഡിസ്റ്റിങ് ന്യൂക്ലിയോലസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നെ സൈറ്റോപ്ലാസത്തിൽ ചില സ്കാറ്റേർഡ് ഗ്രാനുൾസ് കാണപ്പെടുന്നു. അതിനാണ് വോളിറ്റീൻ ഗ്രാനുൾസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഡൈജസ്റ്റീവ് എൻസൈംസും സ്റ്റോർഡ് ഫുഡ് പാർട്ടിക്കിൾസും കാണപ്പെടുന്നു. അത് ഗ്ലൈക്കോജൻ ആണ് സ്റ്റോർഡ് ഫുഡ് പാർട്ടിക്കിൾ എന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ ഈ പറയുന്ന വോളിറ്റീൻ ഗ്രാനുൾസ് സൈറ്റോപ്ലാസത്തിൽ കാണപ്പെടുന്നില്ലേ? ആ വോളിറ്റീൻ ഗ്രാനുൾസ് എന്ന് പറയുന്നത് എന്താണ്? ഫുഡ് സ്റ്റോറേജ്, സ്റ്റോർഡ് ഫുഡും അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് എൻസൈംസ് ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്ന അവിടെയാണ്. പ്രധാനമായിട്ട് അവിടെ ആ വോളിറ്റീൻ ഗ്രാനുൾസിലുള്ളത് ഗ്ലൈക്കോജൻ ആണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി കോൺട്രാക്റ്റൈൽ ഫുഡ് വാക്യൂൾസ് ഒക്കെ ഇതിൽ ആബ്സെന്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന
ട്രിപ്പാനോസോമയുടെ പോസ്റ്റീരിയർ എൻഡില് നമ്മൾ പറഞ്ഞ പോസ്റ്റീരിയർ എൻഡ് പോസ്റ്റീരിയർ എൻഡ് എന്ന് പറയുന്ന ഭാഗത്തേക്കുള്ള എന്തൊക്കെ ഓർഗൻസ് ഉണ്ടെന്നാണ് നോക്കുന്നത്. പോസ്റ്റീരിയർ എൻഡില് ഒരു ബേസൽ ഗ്രാന്യൂൾ ഉണ്ട്. പോസ്റ്റീരിയർ എൻഡില് ഒരു ബേസൽ ഗ്രാന്യൂൾ ഉണ്ട്. ആ ബേസൽ ഗ്രാന്യൂൾ അതായത് സൈറ്റോപ്ലാസത്തിലാണ് കാണപ്പെടുന്നത്. അതിന്റെ പോസ്റ്റീരിയർ there are two granules, ഒരു ബേസൽ ഗ്രാന്യൂൾ ഉണ്ട്, അതിന് ബ്ലിഫാരോപ്ലാസ്റ്റ് എന്നും പറയപ്പെടുന്നു. അതുപോലെ തന്നെ അവിടെ ഒരു പാരാബേസൽ ബോഡി ഉണ്ട്. അപ്പൊ പോസ്റ്റീരിയർ എൻഡില് സൈറ്റോപ്ലാസത്തിലായിട്ട് ഒരു എന്താണ് പാരാബേസൽ ബോഡിയും അതിൽ ബേസൽ ഗ്രാന്യൂൾ കാണപ്പെടുന്നു. ട്രിപ്പാനോസോമ ഗാമീൻസിന്റെ ഇവിടെ പോസ്റ്റീരിയർ ഭാഗത്താണ് സൈറ്റോപ്ലാസത്തിലായിട്ട് ഒരു ബേസൽ ഗ്രാന്യൂളും പാരാബേസൽ ബോഡിയും കാണപ്പെടുന്നു എന്ന് പറഞ്ഞു. ഇവ രണ്ടും ഒരു ഫിലമെന്റ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ഫിലമെന്റിന്റെ പേരാണ് റൈസോപ്ലാസ്റ്റ്. അപ്പൊ പാരാബേസൽ ബോഡിയും അതുപോലെ ബേസൽ ഗ്രാന്യൂളും കണക്ട് ചെയ്യുന്ന ഫിലമെന്റ് നോൺ ആസ് റൈസോപ്ലാസ്റ്റ്. അപ്പൊ റൈസോപ്ലാസ്റ്റ് എന്നൊരു ഫിലമെന്റ് വഴിയാണ് ഈ പാരാബേസൽ ബോഡിയും ബേസൽ ഗ്രാന്യൂളും കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഇതിന്റെ ബോഡി സ്പൈറലി ട്വിസ്റ്റഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അതായത് ഇതിന്റെ ബോഡിയിൽ എന്താണ് ഒരു അൺഡുലേറ്റിംഗ് മെമ്പറൈൻ കാണപ്പെടുന്നു. അത് ബോഡിക്ക് ചുറ്റും ഇങ്ങനെ എന്താണ് ഒരു ട്വിസ്റ്റഡ് ഫോമിൽ കാണപ്പെടുന്ന ഒരു അൺഡുലേറ്റഡ് മെമ്പറൈൻ കാണപ്പെടുന്നത്. ഈ പറഞ്ഞ ട്രിപ്പാനോസോമയുടെ ബോഡിയിൽ ഒരു അൺഡുലേറ്റിംഗ് മെമ്പറൈൻ കാണപ്പെടുന്നത് മനസ്സിലാക്കുക. അതായത് സ്പൈറലി ട്വിസ്റ്റ് ചെയ്ത് കാണപ്പെടുന്ന ഒരു മെമ്പറൈൻ കാണപ്പെടുന്നു മനസ്സിലാക്കുക. ഇനി അത് ബോഡിയിൽ കവർ ചെയ്ത് ഒരു ഫോൾഡ് പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി മനസ്സിലാക്കേണ്ടത് ഈ അൺഡുലേറ്റഡ് മെമ്പറൈൻ അല്ലെ, ഒരു തിൻ വേവിലേക്ക് അൺഡുലേറ്റഡ് മെമ്പറൈൻ ഉണ്ട്. ഇനി അത് മാത്രം നമ്മൾ മനസ്സിലാക്കിയ എന്താണ്, ഇവിടെ ഒരു പോസ്റ്റീരിയർ എൻഡില് ഒരു സൈറ്റോപ്ലാസ്റ്റിൽ പാരാബേസൽ ബോഡി ഉണ്ട്, ഒരു ബേസൽ ഗ്രാന്യൂൾ ഉണ്ട്. അവ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഫിലമെന്റ് വഴിയാണ്. ആ ഫിലമെന്റ് പറയുന്നത് റൈസോപ്ലാസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഇനി ഈ പറയുന്ന പാരാബേസൽ ബോഡിയിലും ബേസൽ ഗ്രാന്യൂളും കൂടെ ചേർന്നിട്ട് അവിടെ എന്ത് ഫോം ചെയ്യും, അവിടെയാണ് കൈനറ്റോപ്ലാസ്റ്റ് ഫോം ചെയ്യും. ആ പാരാബേസൽ ബോഡിയും ബേസൽ ഗ്രാന്യൂളും കൂടെ ചേർന്ന് കൈനറ്റോപ്ലാസ്റ്റ് ഫോം ചെയ്യും. ഈ കൈനറ്റോപ്ലാസ്റ്റിന്റെ അകത്താണ് എന്ത് കാണപ്പെടുന്നത്, മൈറ്റോകോൺഡ്രിയൽ DNA പ്രസന്റ് ആയിരിക്കും. അപ്പൊ കൈനറ്റോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് പാരാബേസൽ ബോഡിയും ബേസൽ ഗ്രാന്യൂളും കൂടെ ചേർന്ന് കാണുന്ന പോർഷനിലാണ് എന്ത് ഫോം ചെയ്യുന്നത്, കൈനറ്റോപ്ലാസ്റ്റ് ഫോം ചെയ്യുന്നത്. അതിന്റെ അകത്താണ് മൈറ്റോകോൺഡ്രിയൽ DNA ഉള്ളതെന്നൂടെ മനസ്സിലാക്കുക. അപ്പൊ ഒന്നും കൂടെ പറയാം, ട്രിപ്പാനോസോമ ഗാംബിയൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പാരസിറ്റിക് പ്രോട്ടോസോൻ ആണ്, യൂണിസെല്ലാർ ആണ്. ഇതിന്റെ മോർഫോളജി പറയുകയാണെങ്കിൽ ഇത് ലോങ് ആണ്, സ്ലെൻഡർ ഫോം ആണ് അല്ലെ. ലോങ് സ്ലെൻഡർ ഫോമിന്റെ കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലോങ് സ്ലെൻഡർ ആയിട്ടുള്ള ഈ പാരസൈറ്റ് കളർലെസ് കൂടിയാണെന്ന് മനസ്സിലാക്കുക. പിന്നെ അതിന്റെ ബോഡി എടുക്കുകയാണെങ്കിൽ സ്പൈറലി ട്വിസ്റ്റഡ് ആണ്. അതായത് അൺഡുലേറ്റിംഗ് മെമ്പറൈൻ ഉണ്ട്, അത് എന്താണ് ഫോൾഡ് ആയിട്ട് കാണപ്പെടുന്ന അൺഡുലേറ്റിംഗ് മെമ്പറൈൻ കാണപ്പെടുന്നുണ്ട്. ഇനി മനസ്സിലാക്കേണ്ടത് ഇതിനൊരു ആന്റീരിയർ എൻഡ് ഒരു പോസ്റ്റീരിയർ എൻഡ് എന്ന് പറഞ്ഞു. ഇനി ആന്റീരിയർ എൻഡ് എപ്പോഴും പോസ്റ്റീരിയറിനെ കാട്ടി, അല്ലെങ്കിൽ ഈ ഒരു ട്രിപ്പാനോസോമ ഗാമീൻസിനെ സംബന്ധിച്ചിടത്തോളം ആന്റീരിയർ എൻഡ് പോസ്റ്റീരിയറിനെ കാട്ടി പോയിന്റഡ് ആണ്. ഇനി ആന്റീരിയർ എൻഡിലാണ് എന്ത് കാണപ്പെടുന്നത്, ഒരു ഫ്രീ ഫ്ലജലം കാണപ്പെടുന്നത് മനസ്സിലാക്കുക. ഈ പോസ്റ്റീരിയർ എൻഡില് അവിടെ എന്താണ്, പോസ്റ്റീരിയർ എൻഡ് നോക്കുമ്പോൾ അവിടെ ഒരു പാരാബേസൽ ബോഡി ഒരു ബേസൽ ഗ്രാന്യൂളും കാണപ്പെടുന്നു. ഈ പാരാബേസൽ ബോഡിയും ബേസൽ ഗ്രാന്യൂളും കണക്ട് ചെയ്തിരിക്കുന്ന ഫിലമെന്റ് വഴിയാണ്, അതിനെ റൈസോപ്ലാസ്റ്റ് എന്ന് പറയുന്നു. ഇനി ഇവ എൻക്ലോസ് ചെയ്യുന്ന ആ സ്ഥലത്തെ കൈനറ്റോപ്ലാസ്റ്റ്, അതായത് അവിടെ പാരാബേസൽ ബോഡിയും ബേസൽ ഗ്രാന്യൂളും ചേർന്ന് ഫോം ചെയ്യുന്നത് കൈനറ്റോപ്ലാസ്റ്റ്. ഈ കൈനറ്റോപ്ലാസ്റ്റിനുള്ളിലാണ് മൈറ്റോകോൺഡ്രിയൽ DNA പ്രസന്റ് ആയിരിക്കുന്നത് മനസ്സിലാക്കുക. പിന്നെ ഇതിനൊരു സൈറ്റോപ്ലാസം ഉണ്ടെന്ന് പറഞ്ഞു. ഈ സൈറ്റോപ്ലാസത്തിനുള്ളില് എന്ത് കാണപ്പെടുന്നു, സൈറ്റോപ്ലാസം അതായത് ഇതിനൊരു ഔട്ടർ മെമ്പറൈൻ, ഇതിന് ഔട്ടർ മെമ്പറൈൻ ഉണ്ട്. ഈ പറഞ്ഞ ട്രിപ്പാനോസോമ ഗാമീൻസിന്റെ ഔട്ടർ മെമ്പറൈൻ ഉണ്ട്, അതിനെ പെരിപ്ലാസ്റ്റ് എന്ന് പറയുന്നു. ഇനി പെരിപ്ലാസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കി അവിടെ ഒരു എന്താണ്, ഒരു ക്ലിയർ സൈറ്റോപ്ലാസം ഉണ്ട്. ഈ സൈറ്റോപ്ലാസത്തിനുള്ളിൽ എന്ത് കാണപ്പെടുന്നു, ന്യൂക്ലിയസ് കാണപ്പെടുന്നു. ന്യൂക്ലിയസിനുള്ളിൽ എന്ത് കാണപ്പെടുന്നു, ന്യൂക്ലിയോലസ് കാണപ്പെടുന്നു. ഇത്രയാണ് നമ്മൾ ഇതിന്റെ മോർഫോളജിയെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അതിനുമുമ്പ് നമ്മൾ പറഞ്ഞു ഇതൊരു പാരസിറ്റിക് പ്രോട്ടോസോൺ ആണ്, ഇതൊരു പോളിമോർഫിക് സ്പീഷീസ് ആണെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താണ്, അതിൽ ആ പറയുന്ന പാരസൈറ്റിന് ഒന്നിൽ കൂടുതൽ ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഹ്യൂമനിലും കാണപ്പെടുന്നു. അതുപോലെ തന്നെ അതിന്റെ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ഇൻവെർട്ടിബ്രേറ്റ് ഹോസ്റ്റ് ആയ ടെസ്റ്റിസ് ഫ്ലൈയും കാണപ്പെടുന്നു. അപ്പൊ ഈ രണ്ടിലും 3 ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ ബീങ്സിലാണെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫോമാണ് ലോങ് സ്ലെൻഡർ വിത്ത് ഫ്രീ ഫ്ലജലം. ഇനി രണ്ടാമത്തെ ഫോം ആണെങ്കിൽ ഷോർട്ട് ആൻഡ് സ്റ്റംപി വിത്ത് റെഡ്യൂസ് ഫ്ലജലം. മൂന്നാമത്തേതാണെങ്കിൽ ഇന്റർമീഡിയറ്റ് ഫോം ആണെന്നാണ്, രണ്ടിന്റെ ഇടയിൽ ഒരു ഫോം ആണെന്ന് മനസ്സിലാക്കുക. ഇനി ടെസ്റ്റിസ് ഫ്ലൈയിലാണെങ്കിൽ ഇത് കാണപ്പെടുന്ന ഒന്ന് ലോങ് ആൻഡ് സ്ലെൻഡർ ഫോമിലാണ്, പിന്നെ ക്രിപ്റ്റീഡിയനാണ് മറ്റൊരു ഫോം, പിന്നെ മെറ്റാസെറിക്റ്റിക് ആണ് ഇതിന്റെ മറ്റൊരു ഫോം എന്നും കൂടെ മനസ്സിലാക്കാം. അപ്പൊ നമ്മുടെ മോർഫോളജി ഭാഗത്ത് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാനുണ്ടോ അത് മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്ത് നമുക്കിനി മനസ്സിലാക്കാനുള്ളത് അതിന്റെ ലൈഫ് ഹിസ്റ്ററിയെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ മോർഫോളജിയിൽ മനസ്സിലാക്കി ഇതാണ് പെരിപ്ലാസ്റ്റ് എന്നൊക്കെ ക്ലിയർ ആയല്ലോ അല്ലെ. പെരിപ്ലാസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ ഔട്ടർ മെമ്പറൈൻ ആണ്. ഇനി അതിനെ എൻക്ലോസ് അതിന്റെ ഔട്ടർ മെമ്പറൈൻ ആണ് പെരിപ്ലാസ്റ്റ് എന്ന് പറയുന്നത്.
അതിലൊരു ക്ലിയർ സൈറ്റോപ്ലാസം ഉണ്ട്, സൈറ്റോപ്ലാസിനകത്തൊരു സ്പിരിക്കൽ ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിനകത്തൊരു ന്യൂക്ലിയസ് ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കി വെക്കാം. നമ്മൾ ബേസൽ ഗ്രാനുൾസിനെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കി. അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിന്റെ ലൈഫ് സൈക്കിൾ ആണ്. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ഡൈജനറ്റിക് പാരസൈറ്റ് ആണ്. ഡൈജനറ്റിക് പാരസൈറ്റ് മീൻസ് ഇറ്റ്സ് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റഡ് വിത്തിൻ 2 ഹോസ്റ്റ്. 2 ഹോസ്റ്റിനുള്ളിലാണ് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. പ്രിൻസിപ്പൽ ഹോസ്റ്റ് എന്ന് പറയുന്നത് മാനും അതുപോലെ മറ്റു വെർട്ടിബ്രേറ്റ്സ്. എവിടെയാണ് ആ പാരസൈറ്റ് ഫീഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അതാണ് എന്റെ പ്രിൻസിപ്പൽ ഹോസ്റ്റ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽ ഹോസ്റ്റ് മാനും മറ്റുള്ള വെർട്ടിബ്രേറ്റ്സുമാണ്. ഈ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബ്ലഡ് സക്കിംഗ് ഇൻസെക്ട് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ടെസ്റ്റസ് ഫ്ലൈ ആണ്. അതിനല്ലെങ്കിൽ മറ്റൊരു പേരാണ് ഗ്ലോസീന പാൽപാലിസ്. അപ്പൊ ഗ്ലോസീന പാൽപാലിസ് ആണ് ടെസ്റ്റസിന്റെ സയന്റിഫിക് നെയിം. ഗ്ലോസീന പാൽപാലിസ്. അപ്പൊ ഗ്ലോസീന പാൽപാലിസ് അല്ലെങ്കിൽ എന്താണ് ടെസ്റ്റസ് ഫ്ലൈ ആണ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് ആലോചിച്ച് വെക്കാം. ഇതൊരു ബ്ലഡ് സക്കിംഗ് ഇൻസെക്ട് ആണ്. ഏതാണ്? ടെസ്റ്റസ് ഫ്ലൈ ആണ് ഗ്ലോസീന പാൽപാലിസ്, അല്ലെങ്കിൽ എന്താണിത്? ഒരു ബ്ലഡ് സക്കിംഗ് ഇൻസെക്ട് ആണെന്ന് മനസ്സിലാക്കുക. ഇതാണ് ഈ പറയുന്ന ട്രിപ്പാനോസോമ ഗ്യാമ്പിയൻസിന്റെ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് മനസ്സിലാക്കുക. ഇനി ഇത് ലൈഫ് സൈക്കിൾ നമ്മൾ ആദ്യം ഹ്യൂമൻ ബ്ലഡിനെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഹ്യൂമൻ ബ്ലഡിൽ എങ്ങനെയാണ് ഇതിന്റെ ലൈഫ് സൈക്കിൾ എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഫസ്റ്റ്, ഇഫ് an infected testis fly bites a healthy person, the parasite enters his blood along with saliva. ഇവർ മനസ്സിലാക്കേണ്ടത് ഒരു ഹ്യൂമൻ ബ്ലഡിൽ, അതായത് ഹ്യൂമൻ ബ്ലഡിൽ ഇതിന്റെ ലൈഫ് സൈക്കിൾ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ടെസ്റ്റസ് ഫ്ലൈ ആണ് എന്റെ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് എന്ന് പറഞ്ഞു. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ടെസ്റ്റസ് ഫ്ലൈ ഹ്യൂമൻ ബ്ലഡിലേക്ക് ഹ്യൂമനെ ബൈറ്റ് ചെയ്യുമ്പോൾ, ഒരു ഇൻഫെക്ഷൻ ഇല്ലാത്ത ഒരു മാനിനെ ബൈറ്റ് ചെയ്യുമ്പോൾ, ഹെൽത്തി പേഴ്സണെ ബൈറ്റ് ചെയ്യുമ്പോൾ പാരസൈറ്റ്സ് ആ ബ്ലഡിലേക്ക് അതിന്റെ സലൈവയിൽ കൂടെയാണ് എൻറ്റർ ചെയ്യുന്നത്. അപ്പൊ മനസ്സിലാക്കുക, ഹ്യൂമൻ ബ്ലഡിലേക്ക് ഇത് എൻറ്റർ ചെയ്യുന്നത് പാരസൈറ്റ്സ് എവിടെ എൻറ്റർ ചെയ്യുന്നത്? ത്രൂ ദി സലൈവ ഓഫ് ഗ്ലോസീന പാൽപാലിസ്. ഗ്ലോസീന പാൽപാലിസ് അല്ലെങ്കിൽ ടെസ്റ്റസ് ഫ്ലൈയുടെ സലൈവയിൽ കൂടെയാണ് ഹ്യൂമൻ ബ്ലഡിലേക്ക് ഈ പാരസൈറ്റ്സ് എൻറ്റർ ചെയ്യുന്നത്. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് ടെസ്റ്റസ് ഫ്ലൈ എന്ന് പറയുന്നത് അതിന്റെ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആണ്. ഇൻഫെക്റ്റഡ് ടെസ്റ്റസ് ഫ്ലൈ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ ബൈറ്റ് ചെയ്യുമ്പോൾ, ഒരു ഹെൽത്തി പേഴ്സണെ ബൈറ്റ് ചെയ്യുമ്പോൾ ആ ബ്ലഡില് ഹ്യൂമൻ ബ്ലഡിലേക്ക് സലൈവിൽ കൂടെ, ടെസ്റ്റസ് ഫ്ലൈയുടെ സലൈവ് ഉമിനീരിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ പാരസൈറ്റ്സ് ഹ്യൂമൻ ബ്ലഡിലേക്ക് എത്തിച്ചേരുന്നത്. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു വെച്ചാല് ട്രിപ്പാനോസോമസ്, അതായത് ഓൾ സ്റ്റേജസ് ഓഫ് ദി പാരസൈറ്റ്സ് ഇൻ മാൻ ലിവ് ഇൻ ദ പ്ലാസ്മ ഓഫ് ബ്ലഡ് ഓഫ് എൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ. അതായത് ഒരു ഇൻഫെക്റ്റഡ് പേഴ്സന്റെ പ്ലാസ്മയില് പാരസൈറ്റ്സിന്റെ എല്ലാ സ്റ്റേജസും കാണപ്പെടുന്നു. The trypanosomes which initiate infection man are metacyclic form devoid of a free flagellum. അപ്പം പാരസൈറ്റ് ഇതിന്റെ ഹ്യൂമൻ ബ്ലഡിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹ്യൂമൻ ബ്ലഡിൽ എൻറ്റർ ചെയ്ത ആ പാരസൈറ്റ് എൻറ്റർ ചെയ്ത ഇൻഫെക്റ്റഡ് പേഴ്സണില് ഈ എല്ലാ ഫോംസും കാണപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതില് ഇൻഫെക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ട്രിപ്പാനോസോമോസ് എന്ന് പറയുന്നത് മെറ്റാസൈക്ലിക് ഫോമിലുള്ളതാണ്. അതിന് എന്ത് കാണില്ല? ഫ്ലജലം, ഡിവോയ്ഡ് ഓഫ് ഫ്രീ ഫ്ലജലം. അപ്പൊ മെറ്റാസൈക്ലിക് ഫോമിലുള്ളതാണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു ടെസ്റ്റസ് ഫ്ലൈയിൽ നമ്മൾ സ്പീഷീസിൽ 3 ഫോംസ് എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലെ? ഏതൊക്കെയാണ്? ക്രിപ്റ്റീരിയൻ, മെറ്റാസൈക്ലിക്, അതുപോലെ തന്നെ മറ്റൊരു ഫോം ഏതാണെന്ന് മനസ്സിലാക്കി? അതെ, ലോങ് സ്ലെൻഡർ, നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അപ്പൊ ഇവിടെ മെറ്റാസൈക്ലിക് ഫോം ആണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ ടെസ്റ്റസ് ഫ്ലൈയിലൂടെ, ഇൻഫെക്റ്റഡ് ടെസ്റ്റസ് ഫ്ലൈ ഹ്യൂമൻ ബ്ലഡിലേക്ക് അതിന്റെ സലൈവയിലൂടെ എത്തപ്പെടുന്ന ഈ പറയുന്ന പാരസൈറ്റ്സ് ഏത് ഫോമിലായിരിക്കും? മെറ്റാസൈക്ലിക് ഫോമിലുള്ളത്. എല്ലാ ഫോമിലും എക്സിസ്റ്റ് ചെയ്യുന്നത് കാണും, പക്ഷെ മെറ്റാസൈക്ലിക് ഫോം ആണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി മനസ്സിലാക്കേണ്ടത്, അപ്പൊ ഇൻഫെക്ഷസ് ഫോം ഏതാണ്? മെറ്റാസൈക്ലിക് ഫോം ആണ്. അതിന് ഫ്ലജല്ല ഇല്ലെന്നും കൂടെ ഓർത്ത് വയ്ക്കാം. ഇനി they soon become transformed into long and slender form. അപ്പൊ മനുഷ്യനില് ഉള്ള പാരസൈറ്റിക് ഫോംസില് മെറ്റാസൈക്ലിക് ഫോം ഉണ്ടോ? ഇല്ല. ഈ ടെസ്റ്റസ് ഫ്ലൈയിലെ പാരസൈറ്റിക് ഫോമിൽ മെറ്റാസൈക്ലിക് ഫോം ഉണ്ട്. അതാണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കിയത്. ഇനി ഹ്യൂമൻ ബ്ലഡിൽ എത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ അത് ട്രാൻസ്ഫർ ചെയ്ത് ലോങ് സ്ലെൻഡർ ഫോം ആയിട്ട് മാറുമെന്ന് ഓർത്ത് വയ്ക്കാം. അപ്പൊ ഹ്യൂമൻ ബ്ലഡിൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞ മെറ്റാസൈക്ലിക് ഫോം എന്തായിട്ട് മാറും? ലോങ് സ്ലെൻഡർ ഫോം ആയിട്ട് മാറുമെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ലോങ് സ്ലെൻഡർ ഫോം ആയി കഴിഞ്ഞു. ഇതിന് ലോങ് സ്ലെൻഡർ ഫോമിൽ എന്തുണ്ട്? ഫ്ലജല ഉണ്ടെന്ന് മനസ്സിലായി. ഈ ഫ്ലജല ഉപയോഗിച്ച് ഇതെന്ത് ചെയ്യും? ഫ്രീ ആയിട്ട് ഹ്യൂമൻ ബ്ലഡിൽ സ്വിം ചെയ്യും. അതുപോലെ തന്നെ അത് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. ഏത് വഴിയാണ്? ബൈ ലോങ്റ്റിറ്റ്യൂഡൽ ബൈനറി ഫിഷൻ. അപ്പൊ ലോങ്റ്റിറ്റ്യൂഡൽ ബൈനറി ഫിഷൻ വഴി ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. അപ്പൊ ലോങ്റ്റിറ്റ്യൂഡൽ ബൈനറി ഫിഷൻ. ലോങ്റ്റിറ്റ്യൂഡൽ ബൈനറി ഫിഷൻ വഴി മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം ആണ് എന്ത് ഉണ്ടാകുന്നത്? ഈ ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് അല്ലെങ്കിൽ ഗാംബിയൻ ഫീവർ ഉണ്ടാകുന്നത്. അത് എങ്ങനെയെന്ന് വെച്ചാല് ഇത് ഈ ലോങ്റ്റിറ്റ്യൂഡൽ ബൈനറി ഫിഷൻ വഴി മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് എവിടെ എത്തപ്പെടുന്ന വെച്ചാൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൽ എത്തപ്പെടുകയും
അവിടെ വെച്ച് അത് എത്തുമ്പോഴത്തേക്കും ധാരാളം നെർവസ് ഡിസോർഡേഴ്സ് മനുഷ്യനുണ്ടാകുകയും ചെയ്യുന്നു. അപ്പൊ പേഷ്യൻസ് ഒരു ലെഥാർജിക് കണ്ടീഷൻ, അതായത് ഒന്നും ഒരു മെന്റലായിട്ട് ഒരു ഫിറ്റോ അല്ല, അതുപോലെ ഫിസിക്കലി മെന്റലി അപ്സെറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്കലായിട്ടും മെന്റലായിട്ടും യാതൊരു ഉന്മേഷമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പേഴ്സൺ എത്തിച്ചേരുകയും ചെയ്യുന്നു. അതാണ് ലെഥാർജിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ അസുഖത്തിന് സ്ലീപ്പിംഗ് സിക്നസ് അല്ലെങ്കിൽ ഗ്യാമ്പിൻ ഫീവർ എന്ന് പറയുന്നത് കൂടെ ഓർത്തു വയ്ക്കാം. അപ്പം ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഹ്യൂമൻ ബ്ലഡിലേക്ക് ഇൻഫെക്റ്റഡ് ടെസ്റ്റസ് ഫ്ലൈയുടെ ബോഡിയിൽ നിന്നാണ് ഇത് എത്തുന്നത്. ടെസ്റ്റസ് ഫ്ലൈയുടെ സലൈവൽ കൂടി ഹ്യൂമൻ ബോഡിയിൽ എത്തുമ്പോഴത്തേക്കും ഈ പറയുന്ന ഫോംസ്, 3 ഫോംസും അതിൽ കാണില്ല. ടെസ്റ്റസ് ഫ്ലൈയുടെ ബോഡിയിൽ 3 പാരസിറ്റിക് ഫോംസും കാണും. അതിലെ മെറ്റാസൈക്ലിക് ഫോം ആണ് ഹ്യൂമൻ ബോഡിയിലേക്ക് എത്തുന്നത്, ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. ഹ്യൂമൻ ബോഡിയിൽ എത്തിക്കഴിഞ്ഞ ഉടനെ ഈ മെറ്റാസൈക്ലിക് ഫോം ട്രാൻസ്ഫോം ചെയ്ത് ലോങ് സ്ലെൻഡർ ഫോം ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫ്ലജെല്ല ഒക്കെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇനി അതിനുശേഷം അത് എന്ത് ചെയ്യും? അത് മൾട്ടിപ്ലൈ ചെയ്യും. ലോങ്ജിറ്റ്യൂഡിനൽ ബൈനറി ഫിഷൻ വഴിയാണ് അത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഓർത്തു വെക്കാം. ഇനി ബൈനറി ഫിഷൻ വഴി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിന്റെ ഉണ്ടാകുന്ന മൾട്ടിപ്ലൈ ചെയ്ത് ഉണ്ടാകുന്നതൊക്കെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൽ എത്തപ്പെടുകയും ധാരാളം നെർവസ് ഡിസോർഡേഴ്സ് ഉണ്ടാക്കുകയും മെന്റലി ഫിസിക്കലി ആ പേഴ്സണെ വീക്ക് ആക്കുകയും ചെയ്യുന്നു. അതാണ് ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ് അല്ലെങ്കിൽ ഗ്യാമ്പിൻ ഫീവർ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്. ഇനി പാരസൈറ്റ്സ് എങ്ങനെ മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞു? ലോങ്ജിറ്റ്യൂഡിനൽ ബൈനറി ഫിഷൻ വഴി മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലഡിൽ 3 ഫോംസ് എക്സിസ്റ്റ് ചെയ്യും. ഇപ്പൊ ലോങ് സിലിണ്ടർ ഫോം ഉണ്ടായി. ഈ ലോങ് സിലിണ്ടർ ഫോമിനോടൊപ്പം തന്നെ എന്താണ് ലോങ് സിലിണ്ടർ ഫോം വിത്ത് ഫ്ലജെല്ലം, പിന്നെ ഹ്യൂമൻ ബോഡിയിലുള്ളതാണ് ഷോർട്ട് ആൻഡ് സ്റ്റംപി വിത്ത് റെഡ്യൂസ് ഫ്ലജെല്ലം, പിന്നെ ഒരു ഇന്റർമീഡിയറ്റ് വൺ. അങ്ങനെ 3 ഫോംസ് ഹ്യൂമൻ ബോഡിയിൽ അല്ലെങ്കിൽ ഹ്യൂമൻ ബ്ലഡിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇനി പാരസൈറ്റ്സിന്റെ പ്രൊഡക്ഷൻ, അതായത് മൾട്ടിപ്ലിക്കേഷൻ കുറയുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്പർ കുറയുന്ന സമയത്ത് മറ്റുള്ള ഫോംസുകളും, അതായത് ഷോർട്ട് ആൻഡ് സ്റ്റംപി ഫോംസ് ഒഴിച്ച് ബാക്കി എല്ലാം എന്ത് ചെയ്യും? നശിച്ചു പോവുകയും ഷോർട്ട് ആൻഡ് സ്റ്റംപി ഫോംസിന് റെസിസ്റ്റീവ് പവർ കൂടുതൽ, അതുകൊണ്ട് അത് സർവൈവ് ചെയ്യുകയും ചെയ്യുന്നു. മനസ്സിലായോ? ഇപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പാരസൈറ്റ്സിന്റെ എണ്ണത്തിൽ കുറവുണ്ടാകുന്ന സമയത്ത് ഷോർട്ട് ആൻഡ് സ്റ്റംപി ഫോം ആണ് റെസിസ്റ്റീവ് പവർ കൂടുതലായിട്ടുള്ളത്, അതുകൊണ്ട് അത് അവിടെ റിമെയിൻ ചെയ്യുകയും ബാക്കിയുള്ള ഫോംസ് നശിച്ചു പോവുകയും ചെയ്യുന്നു. ഇനി ഈ ഷോർട്ട് ആൻഡ് സ്റ്റംപി ഫോംസിനാണ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റിൽ ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവുള്ളതും കൂടെ ഓർത്തു വെക്കുക. അപ്പൊ ഷോർട്ട് ആൻഡ് സ്റ്റംപി ഫോമിനാണ് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റിൽ ഡെവലപ്മെന്റ് നടക്കാനുള്ള കഴിവുള്ളതും കൂടെ ഓർത്തു വെക്കാം. അപ്പൊ ഇങ്ങനെയാണ്. ഇനി അതുപോലെ തന്നെ നമ്പർ കുറയുന്ന സമയത്തിൽ നമ്മൾ പറഞ്ഞു ഇത് ഈ പറഞ്ഞ ബ്ലഡിൽ നിന്നും പിന്നെ എങ്ങോട്ട് പോകുന്നു? സ്പ്ലീനിലേക്ക്, അത് മറ്റുള്ള ഇന്റേണൽ ഓർഗൻസിലേക്ക് കടക്കുന്നു. സ്പ്ലീനിലും അതുപോലെ ലങ്സിലും ഒക്കെ കടക്കുന്നു. ഇനി അവിടെ വെച്ച് അതിന്റെ ഫ്ലജെല്ലം നഷ്ടപ്പെടുകയും അത് മറ്റൊരു ഫോമായിട്ട് മാറുന്നു, ഒരു ഓവൽ ഫോമായിട്ട് മാറുകയും അതിനെ ലാറ്റൻ ബോഡീസ് എന്നാണ് പറയുന്നത്. ഇതിന്റെ കണ്ടീഷൻസ് ഫേവർ ആകുമ്പോൾ ഇതെന്ത് ചെയ്യും? തിരിച്ച് ഫ്ലജെല്ലൊക്കെ ആക്റ്റീവ് ഫ്ലജെല്ലൊക്കെ ഉണ്ടായി പിന്നെ ഫിഷൻ വഴി മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോങ് സിലിണ്ടർ ഫോം ലോങ് ബൈനറി ഫിഷൻ വഴി മൾട്ടിപ്ലൈ ചെയ്തു. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കി അതിന് നമ്പർ കുറയും, അതായത് ആ ഒരു സെൻട്രൽ ഫോമിൽ ഇരിക്കുമ്പോൾ തന്നെ അത് എന്ത് ചെയ്യും? 3 ഫോംസ് ബാക്കിയുണ്ട് മറ്റുള്ള ഫോംസിനെ ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് എന്ത് സംഭവിക്കും? ഈ പാരസൈറ്റ്സിന്റെ എണ്ണം കുറയുന്ന ഒരു അവസരത്തിൽ മറ്റുള്ള ഫോംസുകൾ, അതായത് ഷോർട്ട് ആൻഡ് സ്റ്റംപി ഫോംസ് ഒഴികെയുള്ള ബാക്കി 2 ഫോംസും എന്ത് ചെയ്യും? അത് നശിച്ചു പോകും. കാരണം ഷോർട്ട് ആൻഡ് സ്റ്റംപി ഫോമിനാണ് അവിടെ റെസിസ്റ്റീവ് പവർ കൂടുതൽ. അപ്പൊ അങ്ങനെ ഇരിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു പാരസൈറ്റ്സിന്റെ എണ്ണത്തിൽ ഡിക്രീസ് ഉണ്ടാകുന്ന സമയത്ത് ഇവ ഇന്റേണൽ ഓർഗൻസ് ആയ സ്പ്ലീനിലും അതുപോലെ തന്നെ ലങ്സിലും എത്തിപ്പെടുന്നു. അവിടെ വെച്ച് ഇത് എന്താണ് മറ്റൊരു ഫോമിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അതായത് ലാറ്റൻ ബോഡി എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അതിന്റെ ഫ്ലജെല്ലം നഷ്ടപ്പെട്ട് അതൊരു ലാറ്റൻ ബോഡി ആയിട്ട് മാറുന്നു. ഇനി കുറച്ച് വേണ്ട സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഫേവറബിൾ കണ്ടീഷൻസ് ഒക്കെ അക്വയർ ചെയ്യുന്ന സമയത്ത് വരുന്ന സമയത്ത് ഇതിന് ഫ്ലജെല്ലം ഒക്കെ വന്ന് ഇത് ആക്ടിവേറ്റഡ് ആയി ഇതെന്താവും? പിന്നെയും ഫിഷൻ വഴി മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇതാണ് ഹ്യൂമൻ ബ്ലഡിൽ ലൈഫ് സൈക്കിൾ എന്ന് മനസ്സിലാക്കി. ഇവിടെ മനസ്സിലാക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഏത് ഫോമാണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ ടെസ്റ്റസ് ഫ്ലൈയിലുള്ള മെറ്റാസൈക്ലിക് ഫോം ആണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. 2 മനസ്സിലാക്കേണ്ടത് ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ലോങ്ജിറ്റ്യൂഡിനൽ ബൈനറി ഫിഷൻ വഴിയാണ്. രണ്ടാമത് ഇതിന്റെ നമ്പർ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? എല്ലാ ഫോംസും, അതായത് ഷോർട്ട് ആൻഡ് സ്റ്റംപി ഒഴികെയുള്ള എല്ലാ ഫോംസും നശിച്ചു പോകുന്നു. അതായത് ലോങ് സിലിണ്ടർ ഫോം ആയത് ലോങ്ജിറ്റ്യൂഡിനൽ ബൈനറി ഫിഷൻ വഴി മറ്റുള്ള ഫോംസിനെ ഡെവലപ്പ് ചെയ്യുന്നു. അതിനുശേഷം പാരസൈറ്റ്സിന്റെ നമ്പറിൽ എണ്ണം ഡിക്രീസ് ഉണ്ടാകുന്ന സമയത്ത് ഷോർട്ട് ആൻഡ് സ്റ്റംപി ഫോം ഒഴികെയുള്ള ബാക്കി 2 ഫോംസും ഡൈ ചെയ്യുന്നു. അല്ലെ, ഷോർട്ട് ആൻഡ് സ്റ്റംപി ഫോമിന് റെസിസ്റ്റീവ് പവർ കൂടുതലായിരിക്കും. അതിന് മാത്രമേ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റിൽ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുകൂടെ മനസ്സിലാക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്പർ ഡിക്രീസ് ചെയ്തിരിക്കുകയല്ലോ. അപ്പൊ ഇതെന്ത് ചെയ്യും? ഇത് മറ്റുള്ള ഇന്റേണൽ ഓർഗൻസ് സ്പ്ലീനിലും ലങ്സിലും ഒക്കെ എത്തിച്ചേരുന്നു. അവിടെ വെച്ച് ഇത് ഇനാക്റ്റീവ് ആയിട്ട് അതിന്റെ ഫ്ലജെല്ലം ഒക്കെ നഷ്ടപ്പെട്ട് ഒരു ലാറ്റൻ ബോഡി ഒരു ഓവൽ ഷേപ്പ് ബോഡി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കണ്ടീഷൻസ് ഫേവറബിൾ ആവുന്ന സമയത്ത് ഇതിന് തിരിച്ച് ഫ്ലജെല്ലം ലഭിക്കുകയും അത് പിന്നെയും ഫിഷൻ വഴി മൾട്ടിപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും
തുടങ്ങും. അപ്പൊ ഇത്രയാണ് ഹ്യൂമൻ ബ്ലഡിൽ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിൽ ഇതിന്റെ ലൈഫ് സൈക്കിളിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തത് ഒരു ടെസ്റ്റസ് ഫ്ലൈയിലെ അതിന്റെ ലൈഫ് സൈക്കിളിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ടെസ്റ്റസ് ഫ്ലൈയിലെ ലൈഫ് സൈക്കിളിനെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ടെസ്റ്റസ് ഫ്ലൈയിലെ ഈ ട്രിപ്പാനോസോമ ഗ്യാമീറ്റ്സ് ലൈഫ് സൈക്കിൾ ഡിസ്കസ് ചെയ്യാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടെസ്റ്റസ് ഫ്ലൈയിൽ ഇൻഫെക്ഷൻ എങ്ങനെ ഉണ്ടാകും. അതായത് ഒരു ഇൻഫെക്റ്റഡ് പേഴ്സന്റെ ബ്ലഡ് ആണ് ഒരു ടെസ്റ്റസ് ഫ്ലൈ സക്ക് ചെയ്യുന്നതെങ്കിൽ ടെസ്റ്റസ് ഫ്ലൈയിലെ ബ്ലഡ് അതിന്റെ ടെസ്റ്റസ് ഫ്ലൈയിലെ ഇൻഡസ്റ്റൈനിലേക്കാണ് ആ പാരസൈറ്റ് എൻറ്റർ ചെയ്യുന്നത്. അപ്പൊ മനസ്സിലാക്കേണ്ടത് ഒരു ടെസ്റ്റസ് ഫ്ലൈ ഒരു ഇൻഫെക്റ്റഡ് പേഴ്സന്റെ ബ്ലഡിനെ സക്ക് ചെയ്യുമ്പോൾ ഈ പാരസൈറ്റ്സ് എങ്ങോട്ട് പോകുന്നു? ടെസ്റ്റസ് ഫ്ലൈ ഇൻഡസ്ട്രിയിൽ എത്തപ്പെടുകയും അവിടെ നിന്ന് അത് ടെസ്റ്റസ് ഫ്ലൈ മിഡ് ബ്ലഡിലേക്ക് എത്തപ്പെടുകയും ചെയ്യും. അവിടെ ഇരുന്നുകൊണ്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ടെസ്റ്റസ് ഫ്ലൈ ഒരു ഇൻഫെക്റ്റഡ് പേഴ്സണെ ബൈറ്റ് ചെയ്യുമ്പോൾ ഇൻഫെക്റ്റഡ് പേഴ്സണെ ബ്ലഡ് സക്ക് ചെയ്യുമ്പോഴത്തേക്കും ടെസ്റ്റസ് ഫ്ലൈയുടെ ഇൻഡസ്റ്റൈനിലാണ് ഈ പാരസൈറ്റ്സ് ആദ്യമായിട്ട് മൂവ് ചെയ്യുന്നത്. അതിനുശേഷം അവിടെ നിന്ന് അത് എവിടെ പോകും? അതിന്റെ മിഡ് ഗട്ടിലേക്ക് പോകപ്പെടുന്നു. മിഡ് ഗട്ടില് പോകുന്നു. മിഡ് ഗട്ടിൽ ഇരുന്നുകൊണ്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദേ ഫസ്റ്റ് മൾട്ടിപ്ലൈ ഇൻ ദി മിഡ് ഗട്ട്. ഇനി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും അതിന്റെ ഡെവലപ്മെന്റ് കൂടുന്നതനുസരിച്ച് എന്താണ് ഈ പറയുന്ന ടെസ്റ്റസ് ഫ്ലൈ എങ്ങോട്ട് പോകുന്നു? സലൈവറി ഗ്ലാൻസിലേക്ക് പോകുന്നു. അപ്പൊ ടെസ്റ്റസ് ഫ്ലൈ അല്ല, എന്താണ് പാരസൈറ്റ്സ് സലൈവറി ഗ്ലാൻസിലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സലൈവറി ഗ്ലാൻസിൽ അതിന്റെ ഫ്ലജലയുടെ സഹായത്തോടുകൂടി അത് അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്നു. അവിടെ ഇരുന്നത് മൾട്ടിപ്ലൈ ചെയ്ത് ക്രിപ്റ്റീരിയൽ ഫോംസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ടെസ്റ്റസ് ഫ്ലൈയുടെ ഇൻഡസ്ട്രിയിൽ ആദ്യം എത്തിച്ചേരുന്ന പാരസൈറ്റ്സ് മിഡ് ഗട്ടിൽ എത്തുന്നു. മിഡ് ഗട്ടിൽ എത്തിയതിനു ശേഷം അത് എന്ത് ചെയ്യും? അത് സലൈവറി ഗ്ലാൻസിലേക്ക് മൂവ് ചെയ്യും. മിഡ് ഗട്ടിൽ ഇരുന്ന് അത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് എവിടെ പോകുന്നു? ട്രിപ്പാനോസോമ ഗ്യാമീറ്റ്സ് ആണ്, ഈ പാരസൈറ്റ്സ് ആണ് എങ്ങോട്ട് പോകുന്നത്? ടെസ്റ്റസ് ഫ്ലൈയുടെ സലൈവറി ഗ്ലാൻസിലേക്ക് പോകുന്നു. ഇനി സലൈവറി ഗ്ലാൻസിൽ പോയതിനു ശേഷം സലൈവറി ഗ്ലാൻസില് അതിന്റെ ഫ്ലജലയുടെ സഹായത്തോടുകൂടി അത് അറ്റാച്ച് ചെയ്തവിടെ കാണപ്പെടുന്നു. ഇനി ഈ പറയുന്ന സലൈവറി ഗ്ലാൻസിൽ എത്തി അവിടെ നിന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ക്രിപ്റ്റീരിയൽ ഫോംസ് ആയിട്ട് മാറുന്നു. എന്താണ് ഇത്? മൾട്ടിപ്ലൈ ചെയ്തിട്ട് ക്രിപ്റ്റീരിയൽ ഫോംസ് ആയിട്ട് മാറുന്നു. നമ്മൾ പറഞ്ഞ നേരത്തെ ക്രിപ്റ്റീരിയൽ ഫോംസ് ടെസ്റ്റസ് ഫ്ലൈയിൽ കാണപ്പെടുന്ന ഒരു ഫോം ആണെന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ സലൈവറി ഗ്ലാൻസിൽ ചെന്നിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്ത് ക്രിപ്റ്റീരിയൽ ഫോംസ് ആയിട്ട് മാറുന്നു. ഈ ക്രിപ്റ്റീരിയൽ ഫോംസ് പിന്നെ മൾട്ടിപ്ലൈ ചെയ്ത് ധാരാളമായിട്ട് മാറി മെറ്റാസൈക്ലിക് ഫോം ആയിട്ട് മാറുന്നു. ഇനി അതാണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന ഫോം എന്ന് കൂടെ മനസ്സിലാക്കാം. അപ്പൊ മെറ്റാസൈക്ലിക് ഫോം ആയിട്ട് മാറും. മൾട്ടിപ്ലൈ ചെയ്ത് എന്തായിട്ട് മാറുന്നു? മെറ്റാസൈക്ലിക് ഫോം ആയിട്ട് മാറുന്നു കൂടെ ഓർത്ത് വെക്കാം. മെറ്റാസൈക്ലിക് ഫോം ആണ് ഇൻഫെക്ഷൻ സ്റ്റേജ് എന്ന് ഓർത്ത് വെക്കാം. ഇനി മെറ്റാസൈക്ലിക് ഫോം ആയി കഴിഞ്ഞു. ഇനി അപ്പൊ അതാണ് സലൈവറി ഗ്ലാൻസിൽ ധാരാളം പാരസൈറ്റ്സ് ഏത് ഫോമിലാണ് ഇരിക്കുന്നത്? മെറ്റാസൈക്ലിക് ഫോമിലാണ് ഇരിക്കുന്നത്. ഇപ്പം ഈ പറയുന്ന ഈ ടെസ്റ്റസ് ഫ്ലൈ ഒരു ഹ്യൂമൻ ഇൻഫെക്ഷൻ ഇല്ലാത്ത ഒരു ഹ്യൂമനെ ബൈറ്റ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന ടെസ്റ്റസ് ഫ്ലൈയുടെ സലൈവറി ഗ്ലാൻസിൽ കൂടെ പാരസൈറ്റ് എവിടെ എത്തുന്നു? ഹ്യൂമൻ ബ്ലഡിലേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇങ്ങനെയാണ് ഈ ട്രിപ്പാനോസോമ ഗ്യാമീറ്റ്സ് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ നമ്മുടെ ടെസ്റ്റസ് ഫ്ലൈ എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആണ്. ഇതൊരു ഇൻവെർട്ടിബ്രേറ്റ് ഹോസ്റ്റ് ആണ്. ഇവിടെ എങ്ങനെയാണ് ടെസ്റ്റസ് ഫ്ലൈക്ക് പാരസൈറ്റ് എത്തപ്പെടുന്നത് വെച്ചാൽ ഒരു ഇൻഫെക്ഷൻ ഉള്ള ഒരു മാന്റെ എന്താണ് ഈ പാരസൈറ്റ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മാന്റെ ബ്ലഡ് ടെസ്റ്റസ് ഫ്ലൈ സക്ക് ചെയ്യുന്ന സമയത്ത് ഈ പാരസൈറ്റ്സ് ആ ബ്ലഡിലൂടെ എവിടെ എത്തുന്നു? ഈ പറയുന്ന ടെസ്റ്റസ് ഫ്ലൈ ഇൻഡസ്ട്രിയിൽ എത്തുന്നു. അവിടെ അത് മിഡ് ഗട്ടിൽ എത്തിച്ചേരുകയും മിഡ് ഗട്ടിൽ വെച്ച് അവിടെ അത് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് എന്തായിട്ട് മാറുന്നു? ക്രിപ്റ്റീരിയൽ ഫോംസ് ആയിട്ട് മാറുകയും അത് ക്രിപ്റ്റീരിയൽ ഫോംസ് ആവുന്നത് എന്താണ്? അത് സലൈവറി ഗ്ലാൻസിൽ മൂവ് ചെയ്തതിനു ശേഷമാണ് ക്രിപ്റ്റീരിയൽ ഫോംസ് ആയിട്ട് മാറുന്നത്. അപ്പൊ ടെസ്റ്റസ് ഫ്ലൈയുടെ സലൈവറി ഗ്ലാൻസിലേക്ക് അത് മൂവ് ചെയ്യുന്നു. അവിടെ അത് ഫ്ലജലയുടെ സഹായത്തോടു കൂടി അറ്റാച്ച് ചെയ്ത് കാണപ്പെടും. ഇനി അത് പിന്നെയും മൾട്ടിപ്ലൈ ചെയ്ത് എന്തായിട്ട് മാറും? ക്രിപ്റ്റീരിയൽ ഫോംസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി ക്രിപ്റ്റീരിയൽ ഫോംസ് പിന്നെയും മൾട്ടിപ്ലൈ ചെയ്ത് മെറ്റാസൈക്ലിക് ഫോംസ് ആയിട്ട് മാറുന്നു. അതാണ് ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഫോം എന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ മെറ്റാസൈക്ലിക് ഫോമിൽ ഇരിക്കുന്ന ഈ സാധനമാണ് ഇനി ഒരു ഇൻഫെക്ഷൻ ഇല്ലാത്ത ഹ്യൂമൻ ബീയിങ്ങിനെ ബൈറ്റ് ചെയ്യുമ്പോൾ കിടക്കുന്ന ഹ്യൂമൻ ബീയിങ്ങിന്റെ ബ്ലഡിലേക്ക് ഇൻജെക്ട് ചെയ്യപ്പെടുന്നത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. മെറ്റാസൈക്ലിക് ഫോമിൽ ഇരിക്കുന്നതാണ് സലൈവറി ഗ്ലാൻസിൽ ഇരിക്കുന്നതാണ് ഈ ടെസ്റ്റസ് ഫ്ലൈ ഒരു ഹ്യൂമൻ ഇൻഫെക്ഷൻ ഇല്ലാത്ത ഒരു ഹ്യൂമനെ ബൈറ്റ് ചെയ്യുമ്പോൾ ആ ടെസ്റ്റസ് ഫ്ലൈയുടെ സലൈവറി കൂടെ എൻട്രി ചെയ്യുന്ന ഏത് ഫോമാണ്? മെറ്റാസൈക്ലിക് ഫോം ആണെന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ അതിന്റെ ലൈഫ് സൈക്കിൾ ഇത്രയേ ഉള്ളൂ. ലൈഫ് സൈക്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതിന്റെ പാത്തോജെനിസിറ്റി അല്ലെങ്കിൽ പ്രോഫൈലാക്സിസിനെ കുറിച്ചൊക്കെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാത്തോജെനിസിറ്റി നമ്മൾ പറഞ്ഞു. ഇത് ഇൻഫെക്ഷൻ ഉണ്ടാക്കുമ്പോൾ എന്താണ് ഇച്ചിങ്ങും അതുപോലെ ഇറിറ്റേഷനും ഒക്കെ വൂണ്ടിന് ചുറ്റും ഉണ്ടാകുന്നു. അതുപോലെ ഇതിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ധാരാളം വേസ്റ്റ് പ്രോഡക്ട്സ് ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് നമ്മളെ മസിൽസ് വീക്ക് ആവുകയും
അതുപോലെ ബോഡി പല ഡിസീസസിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ് ബോഡിക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ നമ്മൾ പറഞ്ഞ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിലേക്ക് ഇത് എൻട്രി ചെയ്യുന്ന സമയത്ത് ഭയങ്കര മെന്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ നെർവസ് ഡിസോർഡേഴ്സ് വരെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇനി അതിന്റെ പ്രിവെൻഷൻ അല്ലെങ്കിൽ പ്രോഫൈലാക്സിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡ്രഗ്സ് ആയ ബെയർ 205, പെൻജാമിഡിൻ. എന്താണ് ബെയർ 205? ബെയർ 205. അതുപോലെ തന്നെ പെൻജാമിഡിൻ ഓർ ലോമിഡിൻ. പെൻജാമിഡിൻ ഇതൊക്കെ ഡ്രഗ്സിന്റെ പേരാണ്. പെൻജാമിഡിൻ അല്ലെങ്കിൽ എന്താണ് ലോമിഡിൻ. ഈ പറയുന്ന ഡ്രഗ്സുകളാണ് ഈ പറയുന്ന അസുഖത്തിന് അല്ലെങ്കിൽ ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസിന് ഗ്യാമ്പിൻ ഫീവറിന് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ ട്രീറ്റ്മെന്റിന് കൊടുക്കുന്നത്. എന്താണ്? രണ്ട് ഡ്രഗ്സിന്റെ പേരാണ് ബെയർ 205, പെൻജാമിഡിൻ അല്ലെങ്കിൽ ലോമിഡിൻ എന്ന് പറയുന്ന ഡ്രഗ്സുകളാണ് ഈ പറയുന്ന പാരസൈറ്റ് ഇൻഫെക്ഷന് ട്രീറ്റ്മെന്റിനായിട്ട് കൊടുക്കുന്നത്. ഇനി മനസ്സിലാക്കേണ്ടത് ട്രിപ്പാനോസോമിയ ഗ്യാമ്പിൻസിനെ നമുക്ക് എങ്ങനെ ഗ്യാമ്പിൻ ഫീവർ ഉണ്ടാക്കാതെ എങ്ങനെ തടയാമെന്ന് വെച്ചാൽ, ഒന്ന് ടെസ്റ്റസ് ഫ്ലൈയെ കൊല്ലുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ നാശം അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുന്ന വഴി, അല്ലെങ്കിൽ DDT മുതലായ ഇൻസെക്ടിസൈഡുകളൊക്കെ ഉപയോഗിച്ച് അതിന്റെ ഹാബിറ്റാറ്റിനെ നശിപ്പിക്കുന്ന വഴി നമുക്ക് ഒരു പരിധി വരെ ഈ അസുഖത്തെ പ്രതിരോധിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് സ്പ്രെഡ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന്, എൻഡമിക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ച് മാറ്റുന്നതോടെ നമുക്ക് ഇതിന്റെ സ്പ്രെഡിങ് കുറയ്ക്കാം. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിന്റെ പ്രിവെൻഷൻ അല്ലെങ്കിൽ ഇതിന്റെ പ്രോഫൈലാക്സിസ് കാര്യത്തിൽ മനസ്സിലാക്കുക. പ്രധാനമായിട്ട് ഈ ഡ്രഗ്സിനെ കുറിച്ച് ഓർത്തു വയ്ക്കുക. പിന്നെ നമ്മൾ എൻഡമിക് ആണല്ലോ ഇത്, അപ്പൊ എന്ത് ചെയ്യുക, ആ ഒരു ഏരിയയിൽ നിന്ന് ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ ഈ പെസ്റ്റിസൈഡ്സിനെ കൊല്ലുക, പെസ്റ്റിസൈഡിന്റെ സഹായത്തോടു കൂടി ഈ പറഞ്ഞ പാരസൈറ്റ്സിനെയൊക്കെ നശിപ്പിക്കുക. ഇതൊക്കെയാണ് ഇത് പ്രിവെന്റീവ് മെഷേഴ്സിൽ ഓർത്തു വയ്ക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്താണ് ട്രിപ്പാനോസോമിയ ഗ്യാമ്പിൻസിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് എക്സാമിനേഷൻ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. Bye from me. Thank you.